വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മമതാ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട കൊൽക്കത്തയിൽ ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ലാത്തിവീശി പോലീസ്. അതേസമയം തന്നെ ആർജി കെയർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ബിജെപി നാളെ 12 മണിക്കൂർ ബന്ദ് നടത്തും. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. നന്ദൻ, കൊൽക്കത്ത ഇന്ന് രോഷാഗ്നിയാകുന്ന സാഹചര്യമാണ് തന്നെ കണ്ടത്. ഒപ്പം നാളെ ഈ പ്രതിഷേധത്തിന് പിന്നാലെ 12 മണിക്കൂർ ബന്ദിന് കൂടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബിജെപി. എന്താണ് ഇന്ന് കൊൽക്കത്തയിൽ നടന്നത്? മറ്റു വിവരങ്ങൾ. രജനി, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ ആർജെ കെയർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം നടത്തിയത്. നേരത്തെ തന്നെ ഇത്തരം പ്രതിഷേധം ഉണ്ടാകുമെന്ന് മമതാ സർക്കാരിന് ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ മുൻകരുതലുകളും മറ്റും സ്വീകരിച്ചിരുന്നു. അതായത് വിദ്യാർത്ഥി നേതാക്കളെ കരുതൽ തടങ്കിൽ പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല നഗരത്തിലെ മുഴുവൻ റോഡുകളും അടച്ച് ബാരിക്കേഡുകൾ തീർത്തിരുന്നു. എന്നാൽ വലിയ പിന്തുണ ഈ ഒരു പ്രക്ഷോഭത്തിന് ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ പ്രതിഷേധം മുന്നിൽ കണ്ട് പോലീസ് തീർത്ത ബാരിക്കേഡുകളൊക്കെ തന്നെ മറികടന്ന് വലിയ വിദ്യാർത്ഥികളുടെ വലിയ കൂട്ടം ഇവിടേക്ക് പാഞ്ഞെടുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് നേരെ ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും മടങ്ങിപ്പോകാത്ത വിദ്യാർത്ഥികൾക്ക് നേരെ അവർ കണ്ണീർവാതകം ഉപയോഗിച്ചു. പിന്നീട് കണ്ടത് ക്രൂരമായ ലാത്തി ചാർജുകളാണ്. അങ്ങനെ വിദ്യാർത്ഥികളുടെ ചോര നിറഞ്ഞ ഒരു തെരുവായി കൽക്കട്ട മാറുന്ന സാഹചര്യം ഉണ്ടായി. ഹൗറ ബ്രിഡ്ജ് പൂർണ്ണമായും അടച്ചു. എന്നാൽ ഹൗറ ബ്രിഡ്ജും കടന്ന് അവിടെ തീർത്ത ബാരിക്കേഡുകൾ മറികടന്ന് വിദ്യാർത്ഥികൾ എത്തുന്ന കാഴ്ചയായിരുന്നു ഇന്ന് കൽക്കട്ട തെരുവുകളിൽ കാണാൻ കഴിഞ്ഞത്. വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് കൽക്കട്ട വേദിയായത്. അതേസമയം ഇന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ രൂക്ഷമായ പോലീസ് അക്രമം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരമൊരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് നാളെ 12 മണിക്കൂർ ഹർത്താലിന് ബിജെപി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ കൂടിയായിട്ടാണ് ഇത്തരത്തിലൊരു ഹർത്താലിലേക്ക് ബിജെപി എത്തിച്ചേർന്നത്. മാത്രമല്ല, ഈ ആർജെ കെയർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മമതാ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിലടക്കം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ആദ്യം സ്വീകരിച്ചിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. ആദ്യം ഈ കേസ് തേച്ചു മായ്ച്ചു കളയാൻ വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ബിജെപി ശക്തമായ പ്രതിഷേധം. ബംഗാളിൽ ഇന്ന് കണ്ടത് മമതാ സർക്കാരിന്റെ നരനായാട്ട് തന്നെയായിരുന്നു. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആദ്യം വിദ്യാർത്ഥികൾ ശക്തമായി മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു മമതയുടെ പോലീസ്. 6000 പോലീസുകാരെയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് വിന്യാസം ഉണ്ടായത്. അതിന് പിന്നാലെ ബിജെപിയുടെ മാർച്ച് ഉണ്ടായിരുന്നു. അതിലും അതിക്രമം കാട്ടുക തന്നെയായിരുന്നു പോലീസ്. എന്തായാലും ഇതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ ബിജെപി 12 മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.